കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ മുനമ്പത്ത് സന്ദർശനം നടത്തി മടങ്ങി. സമരക്കാരുമായി കേന്ദ്രമന്ത്രി സംസാരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും മുനമ്പത്ത് നിന്ന്. വിഷ്ണു, എന്തെങ്കിലും ഉറപ്പ് സമരക്കാർക്ക്, അവിടുത്തെ നാട്ടുകാർക്ക് കേന്ദ്രമന്ത്രി നൽകിയോ? എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ശോഭാ കരന്തലജെ ഈ മുനമ്പത്തെ വീടുകൾ സന്ദർശിച്ചത്. അതിനുശേഷം അവർ ഈ സമരപ്പന്തലിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. 5 മിനിറ്റിനകം ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ വെച്ചായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ ഈ വിഷയത്തിൽ എന്താണ് എന്നവർ പറയുക. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ നേരിട്ടറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ശോഭാ കരന്തലജെ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്. സമരത്തിൻ്റെ 33-ാം ദിവസമാണ്. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ശോഭാ കരന്തലജെ എത്തുക. ഒപ്പം ഈ വീടുകൾ സന്ദർശിച്ച് കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുക, അവരിൽ നിന്ന് നിവേദനങ്ങൾ വാങ്ങുക, അതെല്ലാമാണ് നിലവിൽ അവരുടെ നടപടികൾ. അതിനുശേഷമായിരിക്കും അവർ മാധ്യമങ്ങളെ കാണുക. 22-ാം തീയതിയാണ് മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള ഉന്നതതല യോഗം ചേരുക. ആ യോഗത്തിലാണ് ഇനിയൊരു പ്രതീക്ഷ ഈ സമരക്കാർക്കുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി, ഒരു സ്ഥിരീകരണമായി വരുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സമരം അവസാനിപ്പിക്കാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഇവർ തീരുമാനിച്ചത്. വരും ദിവസങ്ങളിലും വിപുലമായ പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. SNDP അടക്കമുള്ള സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. വിപുലമായ റാലിയാണ് SNDP 17-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മേജർ രവി സംസാരിക്കുകയാണ്. BJP പ്രതികരിച്ചുകൊണ്ട് മേജർ രവി സംസാരിക്കുകയാണ്. വഖഫിൻ്റേത് ഏകപക്ഷീയമായ നിലപാടാണ്. 30 വർഷമായി ഇവിടെ ജീവിക്കുന്ന ജനതയാണ് ഇവർ പണം നൽകി വാങ്ങിയ ഭൂമിയാണ്, ഇവരുടെ ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്ന് ആരെയും കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ആ നിലപാട് കൂടുതൽ ശക്തി പകരുന്നതും ആ നിലപാടിൽ കേന്ദ്രത്തിന്റെ പിന്തുണ ഇവർക്കുണ്ട് എന്ന് നേരിട്ടറിയിക്കാൻ കൂടിയാണ് മന്ത്രി എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ മന്ത്രി സമരപ്പന്തലിലേക്ക് എത്തും. വരും ദിവസങ്ങളിലും കൂടുതൽ കേന്ദ്ര നേതാക്കൾ, BJPയുടെ കേന്ദ്ര നേതാക്കൾ ഈ നിരാഹാര സമരത്തിന് പിന്തുണയുമായി എത്തും. റിലേ നിരാഹാര സമരം 33-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിജയകുമാർ. കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ മുനമ്പത്ത് ഉണ്ട് ഇപ്പോഴും. അവിടെ നാട്ടുകാരുമായി ഇതിനോടകം ചർച്ച നടത്തി, കൂടിക്കാഴ്ച നടത്തി. ഇനിയിപ്പോൾ സമരപ്പന്തലിലെത്തി അവിടെ സമരം നടത്തുന്ന ആളുകളുമായി സംസാരിക്കും. അവിടെ വെച്ച് ഒരു പക്ഷേ ഇക്കാര്യത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടൊക്കെ കേന്ദ്രമന്ത്രി കുറെ കൂടി ശക്തമായി അറിയിച്ചേക്കും എന്നാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് മുനമ്പത്ത് നിന്ന്.